റോസാ ചെടിയിൽ ഒരുപാട് മൊട്ടും പൂവൊക്കെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ. അപ്പോൾ അതുപോലെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യമായിട്ടോ പറഞ്ഞു തന്നത്. എൻ്റെ റോസ് ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ വന്നേക്കുന്ന തണ്ടിലൊക്കെ അത് 2ഉം 3ഉം മൊട്ടുകളും പൂവൊക്കെ ഉണ്ട്. ഒരൊറ്റ തണ്ടേ വന്നിട്ടുള്ളൂ. ഇത് കണ്ടോ വന്നതിനകത്തൊക്കെ ആദ്യം തന്നെ മൊട്ട വരുന്നത്. അപ്പോൾ അത്രയും നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം കേട്ടോ. ഇത് ചായപ്പൊടിയാണ് നമ്മുടെ വീട്ടിൽ കളക്ട് ചെയ്തതുകൊണ്ട്, പിന്നെ അടുത്തുള്ള ചായക്കടയിൽ നമ്മൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് അവരെടുത്ത് വെച്ച് നമ്മൾ വാങ്ങിയതുകൊണ്ട് ഇത് നമ്മൾ നല്ലോണം വെയിലത്തിട്ട് ഉണക്കുക. ആദ്യമൊക്കെ ആയിരുന്നപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരുന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് നല്ലോണം അങ്ങ് ഉണങ്ങി കിട്ടിയിരുന്നു. അത്ര വെയിലായിരുന്നല്ലോ. ഇത് കണ്ടോ മണ്ണ് പോലെ ശരിക്കും ആയി കിട്ടി. ഇത്രയും അങ്ങ് ഉണങ്ങി കിട്ടണം. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കണം, പിന്നെയും വെള്ളം വീഴാതിരിക്കുക. എന്നിട്ട് ഈ സാധനം നല്ലോണം മണ്ണിളക്കിയിട്ട് നമ്മുടെ ചെടിയുടെ, പ്രത്യേകിച്ച് റോസ ചെടിയുടെ ചോട്ടിലങ്ങ് ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇത് റോസല്ല, ഒരുപാട് ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.